ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കാമെന്ന നമ്മുടെ 13ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് നിയമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്ജക്റ്റ് അതായത് പ്രവൃത്തി ചെയ്യുന്ന ആള് കർത്താവ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, ഏകവചനത്തിൽ ഞാൻ എന്ന് ഐ എന്നും ഇതിൽ പെടും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐയും ഏകവചനമായിട്ടാണ്. വാസ് എന്ന് ചേർത്ത് ആദ്യം വെർബിന് മുന്നേ വാസ് എന്ന് ചേർക്കുന്നു. WAS വാസ് ആയിരുന്നു എന്ന് ചേർത്ത് വെർബിന്റെ ക്രിയയുടെ പ്രസന്റ് ഫോം എഴുതും. പ്രസന്റ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പാസ്റ്റ് അല്ല, പ്രസന്റ് ഫോം എഴുതും. അതിൻ്റെ കൂടെ ING ചേർക്കും. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചെയ്ത പോലെ തന്നെ പ്രസന്റ് ഫോം ING. പക്ഷെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, കർത്താവ് ഏകവചനമാണെങ്കിൽ ഞാനും ഏകവചനമാണ് ഇതില്. അപ്പോൾ വാസ് എന്ന് ചേർത്തിട്ട് പ്രസന്റ് ഫോം എഴുതിയതിനു ശേഷം അതിന്റെ ING ഫോം എഴുതും. കഴിഞ്ഞു പോയ, ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അത് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ പറയുന്ന വാക്കുകൾ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. രാജു വാസ് സ്ലീപ്പിംഗ്. രാജു ഏകവചനാണ്, വാസ് എഴുതി, പിന്നെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങുക, അതിന്റെ പ്രസന്റ് ഫോം എഴുതി ING. ഇനി വേണമെങ്കിൽ നമുക്കൊരു സമയം വേണമെങ്കിൽ എഴുതിക്കാം. രാജു വാസ് സ്ലീപ്പിംഗ് അറ്റ് 7 PM, 8 PM. രാജു വാസ് സ്ലീപ്പിംഗ്. രാജു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജു ഉറങ്ങുകയായിരുന്നില്ല എന്ന് വയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? രാജു ഉറങ്ങുകയായിരുന്നില്ല. അപ്പോൾ രാജു വാസ് നോട്ട് സ്ലീപ്പിംഗ്. അതായത് വെർബിന് മുന്നേ ഒരു നോട്ട് ചേർത്താൽ മതി. രാജു വാസ് നോട്ട് സ്ലീപ്പിംഗ്. രാജു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. അങ്ങനെ. ഇനി ഞാനാണ് വരുന്നത്. ഞാൻ 8 മണിക്ക് പുസ്തകം വായിക്കുകയായിരുന്നു. 8 PM പുസ്തകം വായിക്കുകയായിരുന്നു. ഐ വാസ്, ശ്രദ്ധിക്കണം, അഹങ്കാരമൊന്നും ഇപ്പം ഇല്ല, കഴിഞ്ഞു പോയി. അപ്പോൾ I was reading at 8 PM. ഞാൻ വൈകിട്ട് 8 മണിക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was reading at 8 PM. ഞാൻ വൈകിട്ട് 8 മണിക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുസ്തകം, പേപ്പർ, എന്തെങ്കിലും. I was reading at 8 PM. ഇനി ഞാൻ 8 മണിക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. I was not reading at 8 PM. I was not reading at 8 PM. ഇന്നലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. It was raining yesterday. It was raining yesterday. ഇന്നലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇന്നലെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ മഴയൊന്നും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഇന്നലെ മഴയൊന്നും പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. It was not raining yesterday. It was not raining yesterday. ഇതിലേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞുപോയി. അതിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് കർത്താവ് ബഹുവചനമാണെങ്കിൽ വി, യു, ദേ, നമ്മൾ, നീ അല്ലെങ്കിൽ നിങ്ങൾ, അവര്, അതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മൈ പാരൻസ് എന്നൊക്കെ വരുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വെച്ചു. അതിനുശേഷം വേർ, WERE, വേർ എന്ന് പറയുമ്പോൾ ആയിരുന്നു. മുന്നൊരു വേർ പഠിച്ചിട്ടുണ്ട്, WHERE. അതെവിടെ എന്നാണ്, സ്പെല്ലിങ് തെറ്റിപ്പോകരുത്. WERE, വേർ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത വാചകങ്ങൾ. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We were watching TV. We were watching TV. അപ്പോൾ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We were
വാച്ചിങ് ടി വി. ഓക്കെ, ഇനി ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല, വേറെ എന്തോ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വി വേർ നോട്ട് വാച്ചിങ് ടി വി, അതായത് ക്രിയയ്ക്ക് മുന്നിൽ നോട്ട് ചേർത്താൽ മതിയെന്ന്. വി വേർ നോട്ട് വാച്ചിങ് ടി വി. നീ അവസാനത്തെ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു വേർ സ്റ്റഡിയിങ് ലാസ്റ്റ് നൈറ്റ്. അവർ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ ടോക്കിംഗ് ലൗഡ്ലി. ലൗഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കെ. LOUDLY. ദേ വേർ ടോക്കിംഗ് ലൗഡ്ലി. അവർ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവർ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല, പതുക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവർ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല. They were not talking loudly. They were not talking loudly. അപ്പം ഇന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. എല്ലാവരും പതിവ് പോലെ തന്നെ പഠിക്കുക, ക്ലാസ്സുകൾ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറയുക. ഇന്നലെയും പുതിയ മെമ്പർമാർ വന്നിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം, നാളെ കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.